തൃക്കരിപ്പൂരിൽ ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ 19 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തു. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. തൃക്കരിപ്പൂരിൽ ഭക്ഷണം നൽകാൻ വൈകിയെന്നാരോപിച്ച് ഹോട്ടലിന് നേരെ യുവാക്കളുടെ അക്രമം. 19 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തു. ഹോട്ടലിലെ ഇതര സംസ്ഥാന ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പയ്യന്നൂർ സ്വദേശികളായ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള 25ഓളം വരുന്ന സംഘമാണ് തൃക്കരിപ്പൂർ ടൗണിലെ പോക്കോ ഹോട്ടൽ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തത്. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഷിഹാബുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് അക്രമം നടന്നത്. രാത്രി 11 മണിയോടെ ആദ്യം 4 യുവാക്കളാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയത്. ഓർഡർ ചെയ്ത് ഭക്ഷണം എത്താൻ വൈകിയെന്നാരോപിച്ച് ഇവർ ഹോട്ടലിലെ ഗ്ലാസുകളും പാത്രങ്ങളും എറിഞ്ഞു തകർക്കുകയായിരുന്നു. ഉടമ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചന്തേര പോലീസ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചുവെങ്കിലും പിന്നീട് വിട്ടയച്ചു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ കൂടുതൽ പേരെ സംഘടിച്ചെത്തിയ സംഘം ഹോട്ടലിൽ അക്രമം നടത്തുകയായിരുന്നു. ഹോട്ടലിന്റെ ചില്ലുകൾ തകർക്കുകയും ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഡെലിവറി വാഹനങ്ങളും സംഘം തകർത്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പയ്യന്നൂർ സ്വദേശികളായ യുവാക്കൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. കണ്ടാലറിയാവുന്ന 19 പേർക്കെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. അക്രമത്തിന്റെ CCTV ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.